ഹലോ ഗൈസ്. അപ്പോൾ ഈ ചാനലിൽ എല്ലാവരും വന്ന് നോക്കുന്നത് ബ്ലൂ ലോക്കിൻ്റെ വീഡിയോസിനല്ലേ? കറക്റ്റ്, ബ്ലൂ ലോക്കിൻ്റെ വീഡിയോസിനാണ്. പക്ഷേ ബ്ലൂ ലോക്ക് നീങ്ങുന്നില്ല, അതൊരു ഒച്ച അഴയുന്ന പോലെ ചാപ്റ്റേഴ്സ് അഴയുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വീഡിയോസൊന്നും ഉണ്ടാക്കാനുള്ളൊരു ചാപ്റ്റേഴ്സ് ആയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ബ്ലൂ ലോക്ക് പോലെ തന്നെ ഒരു മാങ്ക മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇൻ കേസ് നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി തുടരാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ്പ് വാച്ചിങ്. സോ മാങ്കയുടെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്ന തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്സ് കാണിച്ചുകൊണ്ടാണ്. ആൻഡ് ആ വേർഡ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഫുട്ബോൾ എങ്ങനെയുള്ള ഒരു കളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം വർക്ക് കൊണ്ട് മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. പക്ഷെ ആ ടീം വർക്കിലും സം പ്ലേയേഴ്സ് ഉണ്ടാവും, അവര് ഡിസൈഡ് ചെയ്യും ആ മാച്ച് എങ്ങനെ ആയിരിക്കണം എന്ന്. അതായത് ഇപ്പോൾ ആ മാച്ച് ജയിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ സം പ്ലേയേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് ഇതിൽ ആദ്യം പറയുന്നത്. ആൻഡ് ചില പ്ലേയേഴ്സ് ഉണ്ട്, അവർ ജീവിതം മൊത്തം ഫുട്ബോളിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും ആവാൻ പറ്റില്ല. ആൻഡ് ചില പ്ലേയേഴ്സ് ഉണ്ടാവും, അവർ ജസ്റ്റ് 1 year ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, പക്ഷെ അവർ വേൾഡിന് ടോപ്പായിട്ടുണ്ടാവും. ആൻഡ് ആ പ്ലേയേഴ്സ് ജസ്റ്റ് ഫുട്ബോൾ സ്കിൽസിൽ മാത്രമായിരിക്കില്ല എക്സ്പേർട്ട്, അവർക്കും വേറെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാനും അറിയാം, പക്ഷെ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടും ചെയ്യും. അതുകൊണ്ട് തന്നെ എംബാപ്പെ ഒരു ഭയങ്കര വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ഫുട്ബോളും അറിയാം, പക്ഷെ സ്പെഷ്യൽ ആയിട്ടൊരു സ്കില്ലും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് സ്റ്റോറി തുടങ്ങുകയാണ്. ഒരു സ്കൂള്, ആ സ്കൂളിൽ റാൻഡ് ആയിട്ടുള്ള ഒരു ചെറുക്കൻ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് വെല്ലുവിളിക്കുകയാണ്. 1-on-1 ഡുവലിന് വെല്ലുവിളിക്കുകയാണ്. ആൻഡ് ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിന്റെ നെയിമാണ് ഹെയ്റ്റാനി. ഇവനാണ് ഈ മിഡിൽ സ്കൂളിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആള്. ആൻഡ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളെന്ന് മാത്രമല്ല, പക്ഷെ ഇവനൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. നോട്ട് ഇവൻ ഒരു കാര്യത്തിലും ഇവന് ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാ സ്കൂളിലും ഉണ്ടാവില്ലേ ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര ഫിസിക്കൊക്കെ വെച്ചിട്ട് പക്ഷെ ഒട്ടും പഠിക്കാണ്ട്, അതേ സെയിം ക്യാരക്ടർ നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് നെയിം ഹെയ്റ്റാനി. ഓക്കെ. ആൻഡ് ഇതിന് ശേഷം ആ റാൻഡം ചെറുക്കാനായിട്ട് ഹെയ്റ്റാനി ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഹെയ്റ്റാനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടായിരുന്നില്ല. ഹെയ്റ്റാനി ജസ്റ്റ് ഒരു പഞ്ചിന് തന്നെ അവനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ലൈക്ക് 1 punch man, ഒറ്റ പഞ്ചിൽ തന്നെ അവനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ പോയി ടീച്ചറെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ടീച്ചർ അത് PT മാഷിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും. PT മാഷ് അവിടെ പുതുതായിട്ട് വന്നതാണ്. ആൻഡ് പറയും ഹെയ്റ്റാനി വീണ്ടും അവിടെ തല്ലുപിടിക്കുന്നുണ്ട്. അപ്പോൾ PT മാഷ് നേരെ പോയിട്ട് അത് നോക്കാൻ പോകും. PT മാഷ് പോയി നോക്കുമ്പോൾ അവന്റെ ബോഡി കണ്ടിട്ട് അഡ്മയർ ചെയ്യാണ്, അതായത് ഹെയ്റ്റാനിയുടെ ബോഡി കണ്ട് അഡ്മയർ ചെയ്യാണ്. ആൻഡ് ഇവര് രണ്ടുപേരും വന്നിട്ട് ഇത് തല്ല് നിർത്താൻ നോക്കുമ്പോൾ തന്നെ അവിടെ തല്ലെല്ലാം കഴിഞ്ഞിട്ട് ആ ചെറുക്കന്റെ മുകളിൽ ഹെയ്റ്റാനി കാല് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ PT മാഷ് വന്നിട്ട് കാല് തടുക്കും. ഈ സീന് ജസ്റ്റ് ലൈക്ക് ലോഫി ഡോഫ്ലിങ്കോനെ തുടക്കാൻ പോകില്ല, അതുപോലെ തന്നെ. ആൻഡ് ഇതിന് ശേഷം ഈ PT മാഷ് വന്നിട്ട് നേരെ ഹെയ്റ്റാനിയെ അതായത് ചലഞ്ചിന് വിളിക്കും. നീ എന്നായിട്ട് ചലഞ്ചിന് എന്ന് പറയും. എന്നിട്ട് ഞാൻ ആകെ ഷോക്കായി പോയി. ബട്ട് ഇയാള് ചലഞ്ച് ചെയ്യുന്നത് ഫൈറ്റിനല്ല, ഫുട്ബോളിന് 1-on-1 എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യും ഹെയ്റ്റാനിനെ. ആൻഡ് ഇവർ രണ്ടുപേരും ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതായത് ഹെയ്റ്റാനിക്ക് തോന്നും ഈ കളവന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, ഈ കളവൻ അതായത് വയസ്സായതല്ലേ, ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഹെയ്റ്റാനി തിരിച്ചു പോകാൻ നിൽക്കും. അപ്പൊ അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറയും, PT മാഷ് ഇവനെ പിന്നെയും ചലഞ്ച് ചെയ്തിട്ട് വിളിക്കും. ആൻഡ് ഇവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങും. ഇയാളായിട്ട് കളിക്കുമ്പോൾ ജസ്റ്റ് പന്ത് തൊടാൻ പോയിട്ട് പന്ത് കാണുന്ന പോലും ഉണ്ടാവില്ല ഹെയ്റ്റാനിക്ക്. ആൻഡ് ഹെയ്റ്റാനി വെറുതെ കളിക്കുന്നതല്ല, ഹെയ്റ്റാനി 2 മണിക്കൂർ അവിടെ നിന്നിട്ട് കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇതിൽ തോറ്റുപോയ ഹെയ്റ്റാനിയോട് PT മാഷ് ജഗിൾ ചെയ്തുകൊണ്ട് പറയും, നീ ഒരു 5 ജഗിൾ ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചലഞ്ചിന് പറയും. ഇത് കേട്ടിട്ട് ഹെയ്റ്റാനിക്ക് വീണ്ടും അതായത് ഇയാളെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ള മൈൻഡിൽ ആൻഡ് ഹെയ്റ്റാനി ജഗിളിങ് എല്ലാം പഠിച്ച് തിരിച്ചു വന്ന് ചലഞ്ച് ചെയ്യും. പക്ഷേ ആൻഡ് ഇതിലും മൂഞ്ചതിന് ശേഷം PT മാഷ് പറയും, നീ ഒരു 10 ജഗിൾ ചെയ്യും, എന്നിട്ട് വീണ്ടും എന്നോട് ചലഞ്ചിന് പറയും. അങ്ങനെ ഹെയ്റ്റാനി വീണ്ടും അതായത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് 10 ജഗിൾ ചെയ്യാൻ പഠിക്കും. വീണ്ടും മാഷായിട്ട് ചലഞ്ച് ചെയ്യും. പക്ഷേ ഇതിൽ മുമ്പേന് ശേഷം ഹെയ്റ്റാനിയോട് PT മാഷ് പറയും, നീ ട്രാപ്പ് ചെയ്യാൻ പഠിക്കുക, ട്രാപ്പ് ചെയ്യാൻ പഠിച്ചിട്ട് നീ വീണ്ടും വാ, നമുക്ക് വീണ്ടും ചലഞ്ച് ചെയ്യാന്ന് പറയാം. ഹെയ്റ്റാനി 4-5 ദിവസം പിന്നെയും പ്രാക്ടീസ് ചെയ്ത് വന്ന് ചോദിക്കും. പക്ഷേ ആൻഡ് ഈ ഫുട്ബോളിന് വേണ്ടി എടുക്കുന്ന പ്രാക്ടീസ് കാരണം ഹെയ്റ്റാനി അവന്റെ കൂട്ടുകാരായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഫുട്ബോളിന് വേണ്ടി മാത്രമേ സമയമുള്ളൂ, വേറെ ഒന്നിനും സമയമില്ല എന്നുള്ള ലെവലായിട്ടുണ്ടാവും. അങ്ങനെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഈ പന്ത് ഇങ്ങോട്ടും അങ്ങോട്ടും അടിക്കുന്നതിൽ എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹെയ്റ്റാനി വിട്ടുകൊടുക്കാണ്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും ഈ PT മാഷ് മൊട്ടയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു PT മാഷ് എന്താ ഫുട്ബോളിലെ 1 punch man ആണെന്ന്, തോൽപ്പിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു പാനലാണ് നമുക്ക് കാണിക്കുന്നത്. അവിടെ അതായത് PT മാഷ് ഇവനെ നന്നായിട്ട് പ്രേസ് ചെയ്യും. അതായത് നിനക്ക് നന്നായിട്ട് ഫുട്ബോളിലെ സ്കില്ലൊക്കെ എല്ലാം നീ പഠിക്കുന്നുണ്ട്, നീ മുന്നോട്ട് വാ, നിനക്ക് നന്നായിട്ട് സ്കില്ലെല്ലാം കളിച്ച് നീ മുന്നോട്ട് വരാൻ പറ്റുന്നെല്ലാം പറഞ്ഞിട്ട് ഹെയ്റ്റാനിയെ പ്രേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഹെയ്റ്റാനി പ്രാക്ടീസിൽ തന്നെ ആവുന്നു. പക്ഷെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹെയ്റ്റാനി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നു. മൊട്ടയ്ക്ക് ഹെയ്റ്റാനിയായിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഹെയ്റ്റാനിയുടെ സൈസും ഉണ്ട്. ആൻഡ് ഇവിടെ ഇയാൾക്ക് മനസ്സിലായി ഹെയ്റ്റാനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഭയങ്കരമായിട്ട് അതായത്
ഡിറ്റർമിനേഷൻ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഏതുവരെ പോകാൻ പറ്റും എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഇതിനു ശേഷം ഹിറ്റാനിയോട് ഇയാൾ റിക്വസ്റ്റ് ചെയ്യും, നീ ഒരു റിയൽ മാച്ച് കളിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ബട്ട് ഹിറ്റാനി ഇത് കേട്ടിട്ട് ഹായും പറയില്ല. കാരണം ഹിറ്റാനി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം ഒരു ശരിക്കുള്ള ഒരു ഫുട്ബോൾ മാച്ചിന് വേണ്ടിയിട്ട് അവൻ ഇപ്പോൾ റെഡി ആണെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇതൊക്കെ വിട്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടോ, ഞാൻ ഫുട്ബോൾ എന്തെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് സ്വന്തമായിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹിറ്റാനി അവൻ്റെ അടുത്ത്. ബട്ട് അവൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാവും അവന് ചെറുതായിട്ടൊക്കെ ഫുട്ബോളിനോട് ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലാവും. ആൻഡ് ഇതറിഞ്ഞ കൂട്ടുകാർ ഫുൾ സപ്പോർട്ട് കൊടുക്കും അവന് ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവൻ്റെ പിള്ളേർ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലേയേഴ്സിനെയും തിരയാൻ തുടങ്ങും അവർ. അങ്ങനെ ഫുട്ബോൾ മാച്ച് കളിക്കാന്നുള്ള ലെവലിൽ ആ പി ടി മാഷിൻ്റെ അടുത്ത് പറയാൻ പോകുമ്പോൾ അവിടുന്ന് ഒരു സൗണ്ട് അവൻ കേൾക്കും. അവിടെ സ്റ്റാഫ് റൂമിൽ ചെറുതായിട്ട് ഇങ്ങനെ അതായത് സംസാരം ഉണ്ടായിരിക്കും, അതായത് ചെറുതായ രീതിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ടി മാഷ് എങ്ങനെയും ഇവനെ ഫുട്ബോളിലോട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യം മറ്റു ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ മറ്റു ടീച്ചേഴ്സ് പറയുന്നത് ഇവനെ ഫുട്ബോളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന്റെ സൈസിന് അവരെല്ലാവരെയും ഇടിച്ച് അവർക്ക് എല്ലാവർക്കും പണി വെച്ചു കൊടുക്കും. അതുകൊണ്ട് ഇവനെ ഒരിക്കലും ഫുട്ബോൾ ടീമിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവനെ പോലെ ഒരു വയലന്റ് ആയിട്ടുള്ള ചെറുക്കൻ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്തായാലും അവിടെ ഇഞ്ചേർഡ് ആയിട്ട് വീഴുക ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവനൊരു റോട്ടൻ ഫ്രൂട്ടാണ്. അതിപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്, അതായത് ബാക്കിയുള്ള പഴങ്ങളെ പോലും അവൻ നശിപ്പിക്കുന്നൊക്കെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ടീച്ചേഴ്സ്. അങ്ങനെ ഇതെല്ലാം ഹിറ്റാനി അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാവും. ഹിറ്റാനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരിക്കും ഞാനൊരു റോട്ടൻ ഫ്രൂട്ടാണെന്ന്. പക്ഷെ അപ്പം തന്നെ പി ടി മാഷ് അവിടുന്ന് എണീറ്റിട്ട് പറയും, ഒരു സ്റ്റുഡൻറ് നല്ലതാവുന്നതും ചീത്തനാവുന്നതും അവൻ്റെ ടീച്ചേഴ്സിൻ്റെ മേളിൽ മാത്രമാണ്. ആ ടീച്ചേഴ്സ് എങ്ങനെയാണോ അവനെ വാർത്തെടുക്കുന്നത് അതുപോലെ അവൻ വളർന്നു വരത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ അവനൊരു റോട്ടൻ ഫ്രൂട്ടൊന്നുമല്ല എന്ന് പറയും. അത് കേട്ടിട്ട് ഹിറ്റാനി ഭയങ്കരമായിട്ട് ഇമോഷനിലാവും. ഇതിനുശേഷം മുട്ട പുറത്തോണ്ട് പോയിരിക്കുമ്പോൾ അവിടെ ഹിറ്റാനി നിൽക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഹിറ്റാനി കണ്ടിട്ട് അവൻ സർപ്രൈസ് ആയിട്ടുണ്ടാവില്ല. കാരണം അവൻ ഓൾറെഡി അറിയായിരുന്നു ഹിറ്റാനി അവൻ്റെ അടുത്ത് തന്നെ വരും മാച്ചിന് എസ് പറയുന്നുള്ള കാര്യം. ആൻഡ് ഇതിനുശേഷം നമുക്കൊരു മാസം കഴിഞ്ഞിട്ടുള്ളൊരു മാച്ചാണ് കാണിക്കുന്നത്. അവിടെ ഒരു എതിർ ടീമുണ്ട്. അതിൽ എതിർ ടീമിന്റെ ഏറ്റവും ടോപ്പ് പ്ലെയറിന്റെ പേരാണ് ടാക്കാമി. ആൻഡ് ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ടീമാണ് നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിന്റെ ടീം, ആട്ടമിയുടെ ടീം. ആട്ടമിയുടെ ടീം എങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ ഒരുമാതിരി ഗുണ്ടകളെ പോലെ ആയിരിക്കും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട്. അവർക്ക് ബാറ്റൊക്കെ എടുത്തിട്ട് ആരെയൊക്കെ തല്ലാൻ പോകുന്ന ലെവലിലേക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതിന് ഇവരെ കണ്ടിട്ട് ടാക്കമി അതായത് എതിർ ടീമിന്റെ ആള് പറയുന്നുണ്ട്, സ്ട്രൈക്കർ പറയുന്നുണ്ട്, ഇവരെങ്ങനെയൊക്കെ കളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഇവരെ നിലം തൊടിക്കരുതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് കേട്ട ഹിറ്റാമിയുടെയും കൂട്ടുകാരുടെയും അതുപോലെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാച്ച് തുടങ്ങുന്നു. മാച്ച് തുടങ്ങിയതിന് ശേഷം മാച്ച് തുടങ്ങിയപ്പോഴാണ് ഹിറ്റാമിക്ക് കാര്യം മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഈ ടാക്കിന്നുള്ള ചെറുക്ക് ഇത്ര അരകണ്ടെന്ന്. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഹിറ്റാമിനെ ട്രിബിൾ ചെയ്തുകൊണ്ട് ഇവ മുന്നോട്ട് പോയിണ്ടായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓഡിയൻസിന് കാര്യം മനസ്സിലായി. കാരണം ടാക്കിമിയുടെ ഫാൻസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാക്കിമിനെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാകുന്ന ലെവലിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹിറ്റാമി പിന്നോട്ട് വന്നിട്ട് ടാക്കിമിനെ അതായത് ടാക്കിൾ ചെയ്യുന്നത്, അതായത് ടാക്കിമിയുടെ നിന്ന് പന്ത് എടുക്കുന്നത് ആ ഫൗൾ ആവുന്നുണ്ട് എന്നെങ്കിൽ പോലും ടാക്കിമി പോലെ ഒരു പ്രോ പ്ലെയറിന്റെ അടുത്ത് നിന്ന് ഹിറ്റാമി പന്ത് ടാക്കിൾ ചെയ്തായിട്ട് ടാക്കാമിയുടെ ഫാൻസ് എല്ലാം ഭയങ്കര സർപ്രൈസ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഫാൻസ് പോട്ടെ, ടാക്കാമി സ്വന്തമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും, സർപ്രൈസ് ആയിട്ട് പോയിട്ടുണ്ടാവും. കാരണം ഇതുപോലെ പോലുള്ള ഒരു തരം താഴ്ന്ന പ്ലെയർ എന്നെ തടുത്തു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്, എന്നെപ്പോലുള്ള ഒരു ചെറിയ പ്ലെയർ എങ്ങനെയാണ് എൻ്റെ ഡ്രിബിളിങ്ങിനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ടക്കാമി ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇവിടുന്ന് ഓഡിയൻസ് ഒക്കെ എങ്ങനെയാണോ വിചാരിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും മാച്ച് പോയിണ്ടാവുക. 7-0 ഹിറ്റാമിയുടെ ടീം ഇതിൽ തോൽക്കും. പക്ഷേ ടാക്കിമി ഒരു ഗോൾ പോലും അടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഹിറ്റാമി അവനെ അങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ ടാക്കിൾ ചെയ്ത് വെച്ചത് കാരണം തന്നെ ടാക്കമിക്ക് ഒരു ഗോള് പോലും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടാക്കിമി എല്ലാത്തിലും ടോപ്പാണ്, ഡ്രിബിളിങ്ങിൽ, പാസിങ്ങിൽ ആൻഡ് സ്പ്രിന്റിങ്ങിൽ എല്ലാത്തിലും ടോപ്പാണ്. പക്ഷെ ഒരു മാസം ഹിറ്റാമി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഇപ്പൊ ഇത്ര ഒരു പ്രോ പ്ലെയറിനെ തന്നെ അവനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടാക്കിമി എത്ര വലിയ പ്ലെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാഗിയുടെ പോലെയൊക്കെ, അതായത് നാഗി എങ്ങനെയാണ് പന്ത് എടുക്കാറ് അതുപോലെയൊക്കെ ഈ ടാക്കിമി എന്നുള്ള പ്ലെയർ പന്ത് എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഹിറ്റാമി പോലെ ഒരു വലിയ ഭീകര രൂപം അവന്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അവൻ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും നിന്ന് പോവുക. ഇതിന് ശേഷം കാണിക്കുന്നത് ടാക്കിയുടെ മൈൻഡിൽ 2 കാര്യം ഉണ്ടാവുക. ഒന്ന്, എങ്ങനെയും ഇപ്പൊ ടീമിന് പാസ് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് ഗോൾ അടിക്കുക, എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിറ്റാമിനെ ഫൗള് വെച്ച് വീഴ്ത്തുക, എന്നിട്ട് എങ്ങനെയാലും അവന് മുന്നോട്ട് പോയിട്ട് ഗോൾ അടിക്കുക. അങ്ങനെ 2 കാര്യമാണ് ആലോചിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇതിന് ശേഷം ടാക്കിമി ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാലും നീ തോൽക്കാനല്ലേ പോകുന്നത്, പിന്നെ നീ എന്തിനാ എന്നെ എങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഹിറ്റാമി ഒരു തിരിച്ചൊരു ഡയലോഗ് അങ്ങോട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഇന്ന് എൻ്റെ ടീം തോറ്റാൽ പോലും ഞാൻ നിന്റെ അടുത്ത് തോൽക്കില്ല. ആൻഡ് ഇതുവരെ ടാക്കമിക്ക് പിന്നെയും പൊളിഞ്ഞിട്ട് എങ്ങനെയും ഇവനെ അതായത് ഇവൻ്റെ മുന്നോട്ട് പോയിട്ട് എങ്ങനെയും ഗോൾ അടിക്കണം എന്നുള്ള മൈൻഡിൽ ടാക്കമി കളിച്ചുകൊണ്ടിരിക്കും. ടാക്കമി ഡ്രിബിൾ ചെയ്യും, സ്പ്രിന്റ് അടിക്കാൻ നോക്കും, നഡ്മഗ് അടിക്കാൻ നോക്കും, അങ്ങനെ എങ്ങനെയൊക്കെ അവനെ പാസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അവിടെ പിന്നെയും
ടാക്കിമിക്ക് റിഫ്ലക്സ് ഉണ്ട്. ഇറ്റാമി റിഫ്ലക്സ് കൊണ്ട് ടാക്കിമിയെ തടുത്തു നിർത്തും. ഇറ്റാമി റിഫ്ലക്സ് എല്ലാം വെച്ചിട്ട് ടാക്കിമിനെ എങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ച് നിർത്തുക എന്നുള്ളൊരു ഫൗൾ ലെവലോട്ട് പോകുമ്പോൾ തന്നെ പക്ഷെ ടാക്കിമി അവിടുന്ന് എങ്ങനെയൊക്കെയോ പന്തെടുത്തിട്ട് അവിടുന്ന് അടിക്കും, അത് ഗോളാവും. ഈ ഗോളായത് കണ്ടതിന് ശേഷം ഇറ്റാമിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ഉണ്ടാവും. കാരണം ഒറ്റ ജോലി ഉണ്ടായിരുന്നുള്ളൂ ഇവനെ എങ്ങനെയും തോൽപ്പിക്കാന്നുള്ള, അത് നടന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സാഡായി ഉണ്ടാവും. ആൻഡ് ഇതോടുകൂടി മാച്ച് ഇവിടെ കഴിയും. മാച്ച് കഴിഞ്ഞതിന് ശേഷം അവന്റെ മിഡിൽ സ്കൂളും ഓവറാവും. മിഡിൽ സ്കൂൾ ഓവറായിട്ട് അവൻ ഹൈസ്കൂളിലോട്ട് പോകും. ഹൈസ്കൂളിലോട്ട് ചെന്നതിന് ശേഷം അവൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇവിടെ സ്കൂളിലെ ടീമിൽ ജോയിൻ ചെയ്യാന്ന്. ആൻഡ് ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരും. അതിൻ്റെ അടുത്ത ചാപ്റ്റർ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് എങ്ങനെയൊക്കെ റെസ്പോൺസ് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.